സാദിഖ് അലി ശിഹാബ് തങ്ങൾ സംസാരിക്കുകയാണ്. തിരഞ്ഞെടുക്കുക ജില്ലാ പരിഗണനകൾ ഉണ്ടാവും അല്ലേ? അതാണ് പ്രാദേശികമെന്ന് പറഞ്ഞത്. വളരെ പ്രധാനപ്പെട്ട സൂചന അദ്ദേഹത്തിന്റെ വാക്കുകളിലുണ്ട് എന്ന് തോന്നുന്നു. അവിടുത്തെ റിപ്പോർട്ടർ ആരാണെന്ന് കണക്ട് ചെയ്യാൻ നന്നായി. പ്രാദേശിക പരിഗണനകൾ ഉണ്ടാകും എന്താണ് സാദിഖ് അലി തങ്ങളുടെ ഭാഗത്ത് നിന്ന്, ലീഗ് അധ്യക്ഷന്റെ ഭാഗത്ത് നിന്ന് വന്ന പ്രതികരണം എന്താണ് ഞാൻ ഇപ്പോൾ കേട്ടത്. പ്രാദേശിക പരിഗണനകൾ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ കേട്ട പേരുകളിൽ സ്വാഭാവികമായി മാറ്റം വരും. അങ്ങനെയെങ്കിൽ കോഴിക്കോട് ജില്ലയിൽ നിന്ന് മന്ത്രി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, കാസർഗോഡ് ജില്ലയിൽ നിന്ന് മന്ത്രി ഉണ്ടാകാൻ സാധ്യതയുണ്ട്, എറണാകുളം ജില്ലയിൽ നിന്ന്. പ്രാദേശിക പരിഗണന എന്ന് പറയുമ്പോൾ തെക്കോട്ടാണ് വരുന്നത്. അങ്ങനെ കൂടി വായിക്കേണ്ടി വരും അല്ലേ? അങ്ങനെ വരുമ്പോൾ മലപ്പുറത്ത് നിന്ന് ആരാണ് ഒഴിവായത്? മലപ്പുറം ജില്ലയിൽ നിന്ന് നേരത്തെ ഉള്ള ലിസ്റ്റിൽ ആരാണ് ഒഴിവായത്? പി കെ കുഞ്ഞാലിക്കുട്ടി ഒഴിവാകില്ല. പിന്നെ പി കെ ബഷീറും കെ എം ഷാജിയുമാണ്. അതിൽ ആരും ഒഴിവായി? അതെ, കെ എം ഷാജിയെ പേര് വെട്ടി എന്നുള്ളത് രാവിലെ വന്ന സൂചനകളാണ്. പക്ഷേ വീണ്ടും അത് ആ പേര് തന്നെ വന്നു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ പി കെ ബഷീർ മാറി നിൽക്കേണ്ടി വരും. കാരണം പ്രാദേശിക പരിഗണന നൽകുമെന്ന് പറയുമ്പോൾ ഒരു പ്രശ്നം എന്നുള്ളത് തെക്കൻ ജില്ലകൾ, കളമശ്ശേരി MLA അബ്ദുൾ ഗഫൂറിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു ഇന്നലെ പട്ടിക തയ്യാറാക്കിയത്. അപ്പോൾ മലപ്പുറത്ത് നിന്ന് MLA-മാരുടെ എണ്ണം കൂടുമ്പോൾ കോഴിക്കോടിനും കാസർഗോഡിനും പരിഗണനയില്ലാതെ പോകും. അപ്പോൾ അതിനാണ് മാത്രമല്ല കോൺഗ്രസിൽ നിന്ന് കാസർഗോഡിനെ പ്രതിനിധിച്ച മന്ത്രിമാരുണ്ടാകില്ല എന്നൊരു ഉറപ്പാണ്. രണ്ടുപേരെയും പരിഗണിക്കുന്നില്ല മന്ത്രിസഭയിൽ, സന്ദീപ് വാര്യനെയും പരിഗണിക്കുന്ന നീലാണ്ടനെയും. അപ്പോൾ കാസർഗോഡിന് ചിലപ്പോൾ ഒരു പക്ഷേ പരിഗണന വന്നിക്കാം പ്രാദേശിക, കാരണം പാലക്കാട് നിന്ന് വേറെ മന്ത്രിമാരുണ്ടാകില്ല. മാത്രമല്ല അദ്ദേഹം സീനിയറാണ്, പ്രധാനപ്പെട്ട ഒരു വകുപ്പ് കൈകാര്യം ചെയ്യാൻ കേപ്പബിൾ ആണ് എന്നൊരു റീഡിംഗ് നേരത്തെ തന്നെ ലീഗ് UDF നേതാക്കൾക്കുള്ളതാണ്. ഒരുപക്ഷെ വിദ്യാഭ്യാസ വകുപ്പോ അങ്ങനെ പ്രധാനപ്പെട്ട വകുപ്പിലേക്ക് എൻ ഷംസുദ്ദീൻ വരാനുള്ള സാധ്യതയും അവിടെ നിൽക്കുകയാണ്. അപ്പോൾ പി കെ കുഞ്ഞാലിക്കുട്ടി, എൻ ഷംസുദ്ദീൻ, അത് ഉറപ്പാണെന്ന് നേരത്തെ തന്നെ ഉറപ്പിച്ചാണ്. ലീഗ് ശ്രമിച്ചുകൊണ്ടിരുന്നത് തന്നെ പ്രാദേശികമായ ഒരു മറ്റ് ജില്ലകളിലേക്ക്, മലപ്പുറത്തിന് പുറത്തേക്ക് കൂടുതൽ പരിഗണന കൊടുക്കുന്നു എന്നുള്ളൊരു ഫീല് വരുത്താനാണ്. ഇല്ലെങ്കിൽ മലപ്പുറത്ത് നിന്നുള്ള മന്ത്രിമാരുടെ എണ്ണം കൂടും. പ്രതിപക്ഷത്തിന്റെ അവസ്ഥയിലാണ്. ഇനി നിയുക്ത മുഖ്യമന്ത്രി അവസ്ഥയായത് മാറിക്കഴിഞ്ഞു. ഇവിടെ സ്ഥാനാർത്ഥികളെ തൊട്ട് മുമ്പ് പി കെ ബഷീറുമായി ഇവിടെ വെച്ച് സംസാരിച്ചു. അന്ന് അദ്ദേഹം പറഞ്ഞ ഇതേ വാചകമാണ്, ഞങ്ങൾ വടക്കൻ കേരളത്തിലെ പാർട്ടി മാത്രമായി ഒതുങ്ങിപ്പോൾ ഞങ്ങൾക്ക് നേരത്തെ തെക്കൻ കേരളത്തിൽ സീറ്റ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് കൊല്ലം ജില്ലയിൽ ഉറപ്പായി ഒരു സീറ്റിൽ പുനലൂര് തോക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ പോലും വിട്ടുകൊടുക്കാൻ കഴിയില്ല. പക്ഷേ അവിടെ വലിയ തർക്കമുണ്ടായത് അവിടുത്തെ കോൺഗ്രസ് നേതൃത്വം ആ സീറ്റ് ലീഗിന് വിട്ടുകൊടുക്കുന്നതിനെതിരെ വലിയ എതിർപ്പായിട്ടാണ്. അവിടെ KC വേണുഗോപാൽ വന്ന ഒരു പ്രാദേശിക നേതാവിനെ സഞ്ജയ് ഖാനെ ആശ്വസിപ്പിക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോഴും ലീഗ് അത് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ലീഗിന് പ്രാദേശിക പരിഗണന എന്ന് പറയുമ്പോൾ നേരത്തെ പി കെ കുഞ്ഞാലിക്കുട്ടി രാജിവെച്ചപ്പോൾ VK ഇബ്രാഹിമിനെ പരിഗണിച്ചതാണ് എറണാകുളത്ത്. അപ്രതീക്ഷിതമായിരുന്നു. ഇപ്പോൾ അബ്ദുൾ ഗഫൂറിനെ പരിഗണിക്കുന്നു എന്നത്. അബ്ദുൾ ഗഫൂർ ഇന്നലെ തയ്യാറാക്കിയ പട്ടികയിൽ എപ്പോഴും ഉണ്ടായിരുന്നു, 5 പേരുടെ പട്ടികയിൽ ഉണ്ടായിരുന്നു അബ്ദുൾ ഗഫൂർ. വിവരങ്ങളുമായി ആരാണ് അവിടെ നിന്ന്? സ്റ്റെഫിനാണ് അവിടെ. സ്റ്റെഫിൻ, സാദിഖ് അലി തങ്ങൾ പറഞ്ഞത് പ്രാദേശിക പരിഗണന എന്നത് പറഞ്ഞത് എന്താണ്? അതായത് പാറയ്ക്കൽ അബ്ദുള്ള അടക്കമുള്ള ആളുകളുടെ പേരുകളും പരിഗണനയിലുണ്ടായിരുന്നു. അതായത് മലപ്പുറത്ത് ജില്ലയിൽ മാത്രം ഏതായാലും മുസ്ലിം ലീഗിന്റെ മന്ത്രിമാർ ഒതുങ്ങില്ല, പകരം മറ്റ് ജില്ലകളിൽ നിന്നുള്ള ആളുകൾ കൂടിയുള്ളൊരു പരിഗണന നൽകുമെന്നുള്ളതാണ് അതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. ഏതായാലും ഈ ലീഗിന്റെ യോഗം നന്ദാവനത്തെ പാണക്കാട് ഹാളിൽ പുരോഗമിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ആ തീരുമാനം അറിയാം. ഏതായാലും ഇനി അധിക നേരമില്ല, ഏതാണ്ട് 1 മണിക്കൂറിനകം തന്നെ ഏതായാലും തീരുമാനം അറിയാമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും 2 പേരുകൾ ഉറപ്പാണ്, പി കെ കുഞ്ഞാലിക്കുട്ടിയും അതോടൊപ്പം തന്നെ എൻ ഷംസുദ്ദീനും. ഇനി ബാക്കി പേരുകൾ, അബ്ദുൾ ഗഫൂർ കളമശ്ശേരിയിൽ നിന്നുള്ള MLA ആണ്, V ഇബ്രാഹിം കുഞ്ഞിന്റെ മകനാണ്. അപ്പോൾ അദ്ദേഹത്തെ ഉറപ്പായും പരിഗണിക്കുമെന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത്. ഒപ്പം തന്നെ പാറയ്ക്കൽ അബ്ദുള്ള അല്പസമയം മുമ്പ് അദ്ദേഹം ഈ ലീഗ് യോഗത്തിന് കയറിപ്പോയിരുന്നു. അദ്ദേഹവുമായിട്ട് സംസാരിക്കുമ്പോഴും വലിയ കോൺഫിഡൻസിലാണ് ഏതായാലും അദ്ദേഹം ഉള്ളത്. പിന്നെ ഒന്ന് പി കെ ബഷീറാണ്. പി കെ ബഷീറിന്റെ ആ മുഖഭാവത്തിൽ നിന്നടക്കം മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തെങ്കിലും ഒരു മാറ്റം ആ പേരിലുണ്ട് എന്നുള്ളത് തന്നെയാണ്. കൂടുതൽ പ്രതികരണത്തിന് ഏതായാലും അദ്ദേഹം തയ്യാറായിട്ടില്ല. പിന്നീട് ഏതായാലും അബ്ദുൾ ഗഫൂറും എൻ ഷംസുദ്ദീനും കെ എം ഷാജിയും കൂടുതൽ പ്രതികരണത്തിന് പോയിട്ടില്ല. എന്തായാലും കെ എം ഷാജിയും മന്ത്രിസഭയിൽ ഉൾപ്പെടുമെന്നുള്ളത് തന്നെയാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത്. ലീഗിന് ഏതായാലും 5 മന്ത്രിസ്ഥാനം തന്നെ ഉണ്ടാകും എന്നുള്ളതും ഈ ഘട്ടത്തിൽ ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. UDF എന്ത് തീരുമാനമെടുത്താലും അതിനോടൊപ്പം തന്നെ ചേർന്ന് നിൽക്കുമെന്നുള്ളതാണ് പാണക്കാട് സാദിഖ് അലി ശബ്ദങ്ങൾ അല്പം മുമ്പും പറഞ്ഞിട്ട് കയറിപ്പോയത്. അങ്ങനെയെങ്കിൽ ഇന്ന് ഉച്ചയോടുകൂടി ലീഗിന്റെ 5 മന്ത്രിമാരെയും അറിയാം. അല്പസമയത്തിനകം തന്നെ ലീഗിന്റെ യോഗം ഏതായാലും അവസാനിക്കും. അങ്ങനെയെങ്കിൽ ഈ പേരുകൾ തന്നെയായിരിക്കും പി കെ കുഞ്ഞാലിക്കുട്ടി, കെ എം ഷാജി, അബ്ദുൾ ഗഫൂർ, എൻ ഷംസുദ്ദീൻ, പാറയ്ക്കൽ അബ്ദുള്ള. 5+1 എന്ന ഫോർമുലയിലേക്കാണ് ഇപ്പോൾ UDF എത്തിയിരിക്കുന്നത്. ലീഗിന് 5 മന്ത്രിമാർ ഉണ്ടാകും. അവരുടെ അംഗബലം അനുസരിച്ച്, നേരത്തെയുള്ള കീഴ്വഴക്കം പതിവ് അനുസരിച്ച് ഈ അംഗബലം കൂടി പരിഗണിച്ചുകൊണ്ട് 5 മന്ത്രിമാർ എന്നത് നേരത്തെ തന്നെ ഉറപ്പിച്ചതാണ്. അതിനൊപ്പം തന്നെ ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ പദവി
പദവിയിലേക്ക് MK മുനീറിനെ കൂടി ഉൾപ്പെടുത്താൻ അങ്ങനെ ഒരു ആലോചന നടന്നിട്ടുണ്ട്. അക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയെന്നാണ് നേരത്തെ മുഹമ്മദ് ഷഹീദ് നൽകുന്ന